നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൊന്നാനിയാണ്. അതായത് മലപ്പുറം ജില്ലയിലെ പൊന്നാനി. പണ്ട് കാലത്ത് ഓരോ വാണിജ്യ വ്യാപാരങ്ങൾക്കായി ഉപയോഗിക്കുന്ന നമ്മുടെ പൊന്നാനി കാണാം. അപ്പോൾ ഇന്ന് പൊന്നാനി ഹാർബറിലേക്കാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ വേറെ കുറേ നമ്മുടെ ലൈറ്റ് ഹൗസൊക്കെ നോക്കാൻ വേണ്ടി പോയതായിരുന്നു. പക്ഷേ ചെയ്യേണ്ട ലൈറ്റ് ഹൗസ് ഇപ്പോൾ താൽക്കാലികമായി നിർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ യാത്ര ഹാർബറിലേക്കാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഈ മുന്നിൽ കാണുന്നതാണ് ഹാർബർ. അത് ഹാർബർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മീനുകളൊക്കെ പിടിച്ചിട്ട് ബോട്ടിൽ നിന്ന് പിടിച്ചിട്ട് വിൽക്കുന്നതും അങ്ങനെ മൊത്തമായിട്ടും ചില്ലറായിട്ടൊക്കെ വിൽക്കപ്പെടുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ലേലത്തിനൊക്കെ ഇവിടെ നിന്നാണ് എടുക്കാറുള്ളത്. പിന്നെ വൃത്തിയൊന്നും അധികം നോക്കരുത്, കാരണം മീനുകളൊക്കെ അല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്മെല്ലൊക്കെ വരാനും സാധ്യതയുണ്ട്. പക്ഷെ ഒരു ഭയങ്കര ഒരു വൈബ് സ്ഥലമാണ്. ബോട്ടുകൾ, മീൻപിടുത്ത ബോട്ടുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. തൊട്ട് സൈഡിലായിട്ട് ഇതാട്ടോ നമ്മുടെ മീൻപിടുത്ത ബോട്ടുകളൊക്കെ. പിന്നെ ഇവിടേക്ക് വരികയാണെങ്കിൽ രാവിലെ വരണം, എന്നാൽ ഫ്രഷ് മീനുകളൊക്കെ കിട്ടും. ഇപ്പം എല്ലാ കച്ചവടമൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റ് എടുക്കുന്ന ടൈമൊക്കെ ആയിരിക്കും. എന്നാലും നമുക്ക് രസമാണ്, നല്ല രസമുണ്ടാകും കാണാൻ. കൊക്കുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കൊക്കുകളൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. ഇതാണ് നമ്മുടെ സാക്ഷാൽ കടലിൻ്റെ ബോട്ട്. ഫുള്ളായിട്ട് ബോട്ടുകൾ കേട്ടോ. അതായത് രാവിലെ ടൈമിലൊക്കെ ഈ കാണുന്ന ഏരിയ മൊത്തം മീനുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ ഈ മുന്നിൽ കാണുന്ന ഏരിയ മൊത്തം ഫുള്ളായിട്ട് മീനുകളെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ ഈ കൊണ്ടുവരുന്നുണ്ടല്ലോ മീനുകളൊക്കെ, അതൊക്കെ ഇവിടുന്ന് കേട്ടോ. അപ്പം ഞാനൊരു പൊന്നാനിക്കാരനാണ്, അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലൊക്കെ സൈക്കിളിലും ബൈക്കിലൊക്കെ മീനുകളെ കൊണ്ടുവരാറുണ്ട്. ഒക്കെ ഇവിടെ നിന്നാണ് കൊണ്ടുവരിക. ഇതാണ് എല്ലാ ബോട്ടും ഇവിടെ കെട്ടിയിട്ടുണ്ട്. മത്സ്യഫെഡ് ഡീസൽ ബങ്ക്. ഒരു ബോട്ട് വരുന്നുണ്ടോ, അവിടെ മീൻപിടുത്ത ബോട്ട്. നല്ല രസമാട്ടോ കാണാൻ. നല്ലൊരു ഫോട്ടോഗ്രാഫി ടൈമാണ്. അടിപൊളിയാണ്. സൂര്യൻ അസ്തമിക്കുന്ന ടൈമും ഇതേപോലെ ബോട്ടുകളൊക്കെ കടന്നു വരുന്നത് കാണാൻ നല്ല രസമായിരിക്കും. ഇതാണ് അഴിമുഖം എന്ന് പറയുക. അതായത് നമ്മുടെ പുഴയും കടലും കൂടി ചേരുന്ന ഭാഗം, അതാണ് അഴിമുഖം. അതാണ് ഈ കാണുന്നത് ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിലായിട്ട്. ഇതവിടെ ബോട്ട് പാസ് ചെയ്യുന്നു, സൂര്യൻ്റെ താഴെ കൂടെ പാസ് ചെയ്യുന്നുണ്ടോ. നല്ല രസം കേട്ടോ. കറക്റ്റായിട്ട് കിട്ടില്ലേ, മുകളിൽ സൂര്യനും താഴെ ആ ബോട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നു. നല്ല രസമാണ് കാണാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് സൂം ഔട്ട് ചെയ്ത് എടുത്ത വീഡിയോ ആണിത്. അപ്പോൾ മീൻപിടുത്തം കഴിഞ്ഞ് വരികയാണ്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് പടിഞ്ഞാറേക്കര. അവിടെ ഫുള്ളായിട്ട് പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് ബോട്ട് സർവീസൊക്കെ ഉണ്ട്. നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് അങ്ങോട്ടൊക്കെ പോകാനൊക്കെ പറ്റും. ബോട്ട് സർവീസൊക്കെ ഉണ്ട് അവിടേക്കൊക്കെ. പിന്നെ ഇപ്പോൾ ഈ ടൈമിൽ ഇപ്പോൾ ആരെയും ഇവിടെ കാണാൻ കിട്ടില്ല, കാരണം നല്ല വെയിലാണല്ലോ. കടലിൻ്റെ സൈഡായതുകൊണ്ട് നല്ല ചുട്ട വെയിലടിക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടില്ലേ ബോട്ടുകൾ, ഞാൻ ആദ്യം കുറച്ച് അടുത്തുനിന്ന് കാണിച്ചു തരാം. ഓരോരോ ബോട്ടുകൾ എല്ലാം ഇപ്പോൾ കെട്ടിയിട്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഇന്ന് രാത്രി മറ്റേ ഇവർ ഇറങ്ങും. പിന്നെ ഒരു തവണ പോയി കഴിഞ്ഞാൽ നമ്മുടെ അമരൻ ചെമ്മീൻ സിനിമയെ കണ്ടിട്ടില്ല, അതേപോലെ ആയിരിക്കും. ഒരു തവണ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും തിരിച്ചു വരിക. ഇപ്പോൾ വീഡിയോ ഒന്ന് സൂം ചെയ്ത് കാണിക്കട്ടോ. അവിടെ മീൻ പിടിക്കുന്നത് കാണാം. ആ പിടിച്ച മീനിനെ ഓരോ കൊട്ടയിലേക്ക് മാറ്റുന്നുണ്ടല്ലേ. മത്തിയാണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ഇവിടെ നമുക്ക് കാണാൻ പറ്റും. കാരണം മീൻ ബോട്ടുകളും മീൻ ബിസിനസ്സുകളും പലതും ഇവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഉച്ചയായ ഈ സന്ധ്യ നേരമായ കാരണമാണ് കറക്റ്റായിട്ടൊന്നും കാണാൻ പറ്റാത്തത്. പിന്നാലെ കാണുന്നതാണ് മൊത്തമായിട്ടുള്ള മത്സ്യബന്ധന ബോട്ടുകൾ. ഫുള്ളായിട്ട് എത്രയോ, എനിക്ക് തോന്നുന്നു 100 കണക്കിന് ബോട്ടുകളാണ് എൻ്റെ പിന്നാലെ ഇങ്ങനെ നിൽക്കുന്നത്. ഈ സ്ഥലങ്ങൾ മൊത്തം, അതായത് ഈ മീൻ പിടിക്കുന്ന രാവിലത്തെ ടൈം ആകുമ്പോൾ ഇവിടെ ഫുള്ളായിട്ട് മീനുകളായിരിക്കും. ഫുള്ളായിട്ട് മീനുകളായിരിക്കും കേട്ടോ. ഇപ്പം നമുക്കിപ്പോൾ ഉച്ചനേരമൊക്കെ ആയ കാരണം കൊണ്ടാണ് ഇത്രയും കുറവ്. എന്നാലും മീനുകൾ ഇവിടെ കിട്ടുന്നുണ്ട്. ഈ സൈഡിലാണെങ്കിൽ ഫുള്ള് ബോട്ടുകൾ. അതായത് രാത്രിക്കുള്ള തയ്യാറെടുപ്പാണ്. ഞാൻ ആദ്യം പറഞ്ഞത് അതാണ്. കുറേ ചേട്ടന്മാർ കുറേ രസമുണ്ട്. മീനുകളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് മുന്നോട്ട് നടന്നു പോവാം. അവിടെയും പല തരത്തിലുള്ള കാഴ്ചകൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടാവും. ഇവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള വെള്ളമായിട്ടത്
വെള്ളം പോവാൻ വേണ്ടി ഇരിക്കും. ഇന്ന് രാത്രി ഇത് മൊത്തം പോകും തോന്നുന്നു ഇതൊക്കെ. ഫുള്ള് കൊക്കുകളൊക്കെ നിറഞ്ഞെടുക്കുകയാണ്. അതിൽ എത്രത്തെ പോലെ നടന്ന് ചെറുതിൽ മാത്രമേ ആൾക്കാർ. ഇന്ത്യ ഓക്കെ ഇതെന്തത്? നീ ഒന്ന് ഇവിടേക്ക്, ഞാനൊരു ഫോട്ടോ തരാം. സുൽത്താനിൽ കയറാൻ പറ്റുന്നതല്ലേ? ഹോൻ്റെ പോതിരി പറഞ്ഞ ഒരു ബോട്ട് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇത് പടിഞ്ഞാറക്കരയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അത് അപ്പുറത്ത്, ഞാൻ ആദ്യം മുന്നിൽ പറഞ്ഞല്ലോ, ഇതിനപ്പുറത്തുമായിട്ടൊരു സൈഡുണ്ട്. അതായത് ഇതിനൊക്കെ അപ്പുറത്തായിട്ട് പടിഞ്ഞാറക്കര പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകാനുള്ള ആൾക്കാരാണത്. അവരാണ് ഈ ലൈനായിട്ട് ഇവിടെ നിൽക്കുന്നത്. ബോട്ട് ഇപ്പോഴാണ് വന്നത്. തൊട്ട് മുന്നിലായിട്ടൊരു ബോട്ട് പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? അതായത് തൊട്ടപ്പുറത്തൊരു കർമ്മ ബീച്ച് എന്ന് പറയുന്ന ബീച്ചുണ്ട്. അപ്പോൾ അവിടുന്ന് നമ്മൾ ടൂറിസ്റ്റുകാരെയൊക്കെ കൊണ്ട് ഒരു ചെറിയൊരു യാത്രയിലാണ് ആ ബോട്ട്, അതായത് സവാരി. അപ്പം അത് മൊത്തമായിട്ട് നമ്മുടെ ഈ ഒരു അഴിമുഖം മൊത്തം കറങ്ങിയിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. പാട്ടൊക്കെ വെച്ച് നിങ്ങൾ കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയുന്നില്ല. ഒരു മലയാളം പാട്ടൊക്കെ കേൾക്കാം. അപ്പോൾ ഇവിടെ വെച്ചുള്ള സന്ദർശകരൊക്കെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകളൊക്കെ കയറിയിരുന്നു. എപ്പോഴാണ് ഈ ബോട്ട് എടുക്കുക എന്നുള്ളൊരു വെയിറ്റിങ്ങിലാണ് ഞാനും. കാരണം ആ വീഡിയോയും കൂടി ഒന്ന് പകർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് രസമായിരിക്കും. കാത്തു നിന്നാ ബാക്കിലത്തെ ഈ കാണുന്ന ബോട്ടൊന്ന് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ എന്താ ചെയ്യാൻ, അത് ഒരു ട്രിപ്പ് പോലെയല്ലേ, കുറേ ആളുകളുടെ വീടൊക്കെ ഉണ്ട് അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ടൈം അനുസരിച്ചാണ്, ബസ് പോകുന്ന പോലെ തന്നെ ടൈം അനുസരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പക്ഷേ പെട്ടെന്ന് പോകാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് നടന്നു. അപ്പോൾ തൊട്ട് മുഖത്തേക്ക് വെയിലടിക്കുന്ന കാരണം ഇത്രയ്ക്ക് നല്ല ഗ്ലേസിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഞാൻ ഈ കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഇതിനുള്ളിലേക്ക്, ഹാർബറിനുള്ളിലേക്ക് വരികയാണെങ്കിൽ 25 രൂപയുടെ ടിക്കറ്റ് ഉണ്ട്, പാസ്. 25 രൂപയുടെ പാസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരെ ഉള്ളിൽ കയറുക. അതായത് ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ചെറിയ ഗേറ്റ് ഉണ്ട്. ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് അവർ പാസ് കട്ട് ചെയ്യും 25 രൂപയുടെ. എന്നിട്ടാണ് നമ്മളെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുക. ഈ കാണുന്ന, ഈ നിർത്തിയിട്ടിരിക്കുന്ന മൊത്തം മീൻ വണ്ടികളാട്ടോ. അതായത് കർണാടക രജിസ്ട്രേഷൻ ഉണ്ട് എല്ലാ സ്ഥലത്തേക്കും. കൂടുതലായിട്ട് നമ്മുടെ ഇവിടെ നിന്നാണ് ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന്. അത് ഇവിടുന്ന് നേരെ മീനുകളെ കൊണ്ട് ഒറ്റ പോക്കാണ് ഓരോരോ സംസ്ഥാനങ്ങൾക്കും ഓരോരോ ജില്ലകൾക്കൊക്കെ ആയിട്ട്. ഏറ്റവും കൂടുതൽ വണ്ടികൾ ഇപ്പോൾ കാണുമ്പോഴേക്ക് മൊത്തം കർണാടക രജിസ്ട്രേഷനാണ്. ഇപ്പോൾ 4-5 കാണുന്നു. ബാക്കി ഇത് മീനിൻ്റെ ബാക്കി വലകളും കയറും എല്ലാം ഇവിടെ റെഡി വെച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ കാണുകയാണെങ്കിൽ നമ്മുടെ വ്യാപാരത്തിൻ്റെ ഇതും എല്ലാ സംഭവങ്ങളും കാണുകയാണെങ്കിൽ രാവിലെയൊക്കെ വരണം. അപ്പോൾ നമുക്ക് വില പേശലും മറ്റും എല്ലാം കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ടൈമിലാണെങ്കിൽ കാരണം ഹാർബർ മൊത്തം ഉറങ്ങിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ. കാരണം ബാക്കി എല്ലാ, നിങ്ങൾ ആദ്യം കണ്ടില്ല, എല്ലാ മത്സ്യബന്ധന ബോട്ടുകളും ഇപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ബോട്ടിൻ്റെയൊക്കെ അടുത്ത് നമ്മൾ തിരിഞ്ഞ് കിടക്കുകയാണ്. ഇനി നമുക്ക് നെയ്ത്തുവല നിർമ്മാണ കേന്ദ്രത്തിലേക്ക് പോകാം. നോക്കട്ടെ അവിടെ പോയിട്ട് എന്താണ് കാണാൻ പറ്റുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. കാരണം ഷുവറായിട്ടൊന്നും പറയാൻ പറ്റില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ അവിടുന്ന് ഹാർബറിൻ്റെ അവിടെ നമ്മൾ കുറച്ചും കൂടി നടന്നു വന്നു. ഇനി നമുക്ക് പോകേണ്ടത് വല നെയ്ത്തു നിർമ്മാണ കേന്ദ്രത്തിൻ്റെ അവിടേക്കാണ്. അപ്പോൾ പോകുന്ന വഴി തന്നെ കുറച്ച് പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നതാണ്. ഇതിന് തൊട്ട് ബാക്കിലായിട്ട് കണ്ട, കാരണം മലപ്പുറത്തിൻ്റെ വികാരമായ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം. അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ കുറേ വണ്ടികൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ പോകുന്നത് കാണാം. കാരണം വെയിലൊന്ന് ശമിക്കുന്നതോറും സന്ദർശകരുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇപ്പോൾ പോകേണ്ടത് ഞാൻ പറഞ്ഞല്ലോ, വല നെയ്ത്തു കേന്ദ്രം. നോക്കട്ടെ അവിടെ പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ. ആദ്യം നമ്മൾ നമ്മുടെ വണ്ടി ഇരിക്കുന്നിടത്തേക്ക് പോവുകയാണ്. അപ്പോഴാണ് നമ്മൾ ആദ്യം കാണിച്ചില്ലേ ഒരു മീൻ ബോട്ട് വന്നിട്ട് മീനുകളൊക്കെ എടുക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വണ്ടി വെച്ചതിൻ്റെ തൊട്ട് മുന്നിലായിരുന്നു. അത് കറങ്ങി തിരിഞ്ഞ് വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്കെന്താ നോക്കട്ടെ മീൻ കാണാൻ പറ്റില്ല എന്ന്. കുറേ തിരക്കൊക്കെ ഉണ്ട് അവിടെ, ആളുകളൊക്കെ ഉണ്ട്, നോക്കാം. ഇതാണ് വില പേശലൊക്കെ നടക്കുന്നത് കണ്ടോ.
നല്ല രസമാണ്. ഈ വലയിൽ നിന്ന് ഇങ്ങനെ മീൻ ഓരോന്നായിട്ട് ഇങ്ങനെ പെറുക്കിടക്കാൻ കാണാൻ നല്ല രസമാട്ടോ. നമുക്ക് രസമാണ്, പക്ഷേ അവർക്ക് കഷ്ടപ്പെടുന്നവർക്ക് വേറൊരു ഇതായിരിക്കും. കാരണം എന്ത് ഇതിലാവർ എടുക്കുന്ന നോക്ക്, കുറേ പേര് അതിന് വട്ടം ചുറ്റി നിൽക്കുന്നുണ്ട്. കാരണം മീൻ മേടിക്കാനും മറ്റുമായിട്ട് കുറേ പേര്, പിന്നെ കുറേ പേര് ആദ്യമായിട്ടാവും കാണുന്നുണ്ടാവുക. നല്ല രസമാട്ടോ. ഒരു ചെറിയ ലേലം വിളിയൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. നമുക്ക് എവിടേക്കാണ് പോകേണ്ടത്? എൻ്റെ അടുത്തേക്ക് എത്തി. അപ്പോൾ നമ്മളിതിന് മുന്നേ പറഞ്ഞല്ലോ മീൻ വിൽക്കാൻ 8000 രൂപയ്ക്കാവും 2 ഇത്. എത്രയോ പേര് പറഞ്ഞു, കറക്റ്റ് പൈസ നമുക്കറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് നമ്മുടെ വല നെയ്ത്ത് കേന്ദ്രത്തിലേക്ക് നടക്കാം. വണ്ടി എടുത്ത് നടക്കുകയല്ല, ബൈക്കിൽ പോവാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അവിടെ വെച്ചല്ലേ ഇവിടുന്ന് ഇത്രയല്ലേ ഉള്ളൂ. ഇവിടുന്ന് എടുക്കല്ലേ, നിർത്തല്ലേ? കട്ട് ചെയ്യുമോ? അവിടെ നിന്നില്ല. ഇവിടെ ഒരു ചേട്ടൻ നെയ്ത്ത് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് നെയ്ത്ത് കേന്ദ്രം ഈ മൊത്തം നമ്മൾ ഈ മീൻ പിടിക്കുന്ന മലകളൊക്കെ ഇവർ വന്നിട്ട് ഈ മീനിനെയൊക്കെ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നെയ്ത്ത് ചെയ്യും. ഇങ്ങനെ പൊട്ടിയതും കീറിയതുമുള്ളതൊക്കെ മൊത്തം ഇവർ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യേണ്ടി വരും. എൻ്റെ പിന്നാലെ കാണുന്നതാണ് നമ്മുടെ മീൻവല നെയ്ത്ത് കേന്ദ്രം കേട്ടോ. ഈ തൊട്ട് പിന്നാലെ ഈ കാണുന്ന കേട്ടോ. തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഇങ്ങോട്ട് നോക്ക്, ഒരു ഭയങ്കര സൺസെറ്റ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ പൊന്നാനിയുടെ ഒരു ചെറിയൊരു ഹാർബർ, കടൽ, ബീച്ച് വേറെ ഉണ്ട്. അത് നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റത്തെ ഒരു ഇതായിരുന്നു നമ്മുടെ ഈ നെയ്ത്ത്, എന്ത് നെയ്ത്ത്, വല നെയ്ത്ത് കേന്ദ്രം. അതിപ്പോൾ അധികം ആളുകളൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, എന്തായാലും ഇതൊരു ചെറിയ ലോങ് വീഡിയോ ആയിപ്പോയി. എന്തായാലും ഞാൻ അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് സ്ഥലത്ത് പോയിട്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.